നമുക്കിന്ന് ടീം കേരള യൂത്ത് ഫോഴ്സിലെ മെമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഈ കേരളോത്സവത്തിന്റെ അറേഞ്ച്മെന്റ്സും ഇവിടുത്തെ ചായ കൊടുക്കുന്ന തൊട്ട് ഓരോ ഹെൽപ്പും ചെയ്ത് ഇവിടെ ഇത്ര മനോഹരമായിട്ട് ഇത് അറേഞ്ച് ചെയ്യാൻ കാരണക്കാരായ ആൾക്കാരാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്? രശ്മി, എറണാകുളം ഡിസ്ട്രിക്ട് ക്യാപ്റ്റൻ ആണ്. ഓക്കെ ഓക്കെ, എല്ലാവരുടെയും പേരൊന്ന് പറയാവോ? വന്ദന, കാർത്തിക, അലീന, ആൻജോ, അലോക്, ശമൽ, അതുൽ, ഹരിനന്ദൻ. നിങ്ങൾ എവിടുന്നാ വരുന്നതെന്നൊന്ന് പറയാം. നമ്മൾ എറണാകുളം ജില്ലയുടെ പല ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സേവന സേനയാണ്. നമ്മുടെ ഈ പ്രളയത്തിന് ശേഷം തുടങ്ങിയ ഒരു കോഴ്സാണ്. നമ്മൾ ഒരുപാട് തരത്തിൽ വോളണ്ടിയർ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ഇതുപോലെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു ഡ്യൂട്ടിയിൽ നമുക്ക് മെയിൻലി വരുന്നത് അത്ലറ്റിക്സ് ആകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇവിടെ ആകുമ്പോൾ ക്രൗഡ് മാനേജ്മെന്റ്, ഇപ്പോൾ റിമി ടോമി അതുപോലെ തന്നെ നമ്മുടെ വിധു പ്രതാപിന്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. സോ അവരുടെയൊക്കെ ക്രൗഡ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ ജഡ്ജസിനെ മാനേജ് ചെയ്യാം, ഇവിടെ വേദികളിലേക്ക് പാർട്ടിസിപ്പൻസിനെ എത്തിക്കാം, അതുപോലുള്ള ഡ്യൂട്ടീസ് ഒക്കെയാണ് വരുന്നത്. നമ്മുടെ കോതമംഗലത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കോതമംഗലത്ത് ഇപ്പോൾ ഇവിടെയുള്ള പലവരും ദൂരെ നിന്ന്, എറണാകുളത്തിന്റെ പല ഭാഗത്തു നിന്നാണല്ലോ, അപ്പൊ ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഇതൊരു ഈ ഒരു സ്ഥലം, ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ മേ ബി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആവും. കാരണം നമ്മുടെ അവിടെയൊക്കെ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂടുതലാണ്, ഇവിടെ അതിനെ സംബന്ധിച്ച് കുറച്ച് കുറവൊക്കെയാണ് ആ ഒരു ഇത്. പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടോ? അതെ, നന്നായിട്ട് തന്നെ പോകുന്നു. നമുക്ക് ഇപ്പോ ഇന്ന് നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയിൽ ഇത് ക്ലോസ് ചെയ്യും. നിലവിൽ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്മൂത്തായി തന്നെ പോകുന്നുണ്ട്. Okay, thank you so much.